ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയലില് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ഇത് ഞാൻ പാണ്ഡ്യൻ സ്റ്റോർ 2ന്റെ ഭാഗമാണ് പറയണത്. അതുകൊണ്ട് തന്നെ ഇത് മലയാളം സാന്ത്വനം 2ൽ എന്തായാലും വരും കേട്ടോ. കാരണം പാണ്ഡ്യൻ സ്റ്റോറിന്റെ അതേ രീതി തന്നെയാണ് കഥ നമുക്ക് സാന്ത്വനത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ ഇത്രയും നാളെ സംസാരിച്ചുകൊണ്ടിരുന്നത് ദേവിയുടെയും ആനന്ദിന്റെയും കാര്യമാണല്ലോ. ആര്യനും മിത്രയുടെ പ്രണയരംഗങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇനി പറയാൻ പോണത് അവരുടെ ഒരു കാര്യമായിട്ടോ. അതെ, തമിഴില് ഈ ഇടയായിട്ട് നടന്ന അവരുടെ പ്രണയരംഗങ്ങളാണ് പറയാൻ വേണ്ടി പോണത്. അങ്ങനെ നമ്മുടെ മിത്ര തിരിച്ചു വന്നല്ലോ. അപ്പൊ മിത്രയും ഇനി ആര്യനും തമ്മിൽ ഒരുപാട് പ്രണയരംഗങ്ങളൊക്കെ കാണിക്കും കേട്ടോ. വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ പ്രണയം കൈവിടാതെ അവരങ്ങ് നടക്കുവാണ്. അതിനുശേഷം നമ്മുടെ മിത്രക്കാണെങ്കിൽ പോലീസിൽ ജോയിൻ ചെയ്യണ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ ജോയിൻ ചെയ്യണ മുമ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇവർക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അവര് പോകുന്നത് വേറെ കുറച്ച് ദൂരമുള്ളൊരു സ്ഥലത്താട്ടോ. അപ്പൊ വീട്ടിലെല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ആര്യൻ മിത്രേനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോണത്. ആ പോലീസ് സെലക്ഷനൊക്കെ കിട്ടി, ഇനി കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോ ജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പൊ കുറച്ച് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി അതിന്റെ പേപ്പർ വർക്ക്സോ എന്തോ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആര്യൻ മിത്രേനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ അവർക്ക് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. പിറ്റേ ദിവസം മാത്രമേ ബാക്കി കാര്യങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ വിക്രവും അതുപോലെ തന്നെ ആര്യനും മിത്രയും കൂടി ചേർന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ഹോട്ടലിൽ റൂം എടുക്കാണ്. അപ്പൊ അവിടെ പോകുമ്പോൾ അവർ ഇവിടുത്തെ പോലെ തന്നെ കണ്ണിൽ നോക്കിക്കൊണ്ടിരിക്കുക, ചെറിയ ചെറിയ തമാശകൾ പറയാ, അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ മിത്ര കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും തലമുടി ഇങ്ങനെ തോർത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് ആര്യൻ മിത്രനെ തല നോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇങ്ങനെ തല നോയിക്കൊണ്ടിരിക്കണത്? ഒന്നുമില്ല, തന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെയൊക്കെ തോന്നും എന്നിങ്ങനെ പറയണ്ട. മിത്രയുടെ മുടി കുളിച്ചു കഴിഞ്ഞ് ഇങ്ങനെ തോർത്തുന്ന സമയത്ത് ഒരു മുടി ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നിങ്ങനെ കിടക്കും കേട്ടോ. അപ്പൊ മിത്ര ഹുഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓതും. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആര്യൻ കേട്ടോ. എന്താ ആര്യാന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് പറയാണ്. വേഗം തന്നെ ആര്യൻ മിത്രയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം മിത്രേനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. മിത്രക്കും വല്ലാത്ത പോലെ തോന്നും കേട്ടോ. എന്താ, എന്നെ കെട്ടിപ്പിടിക്കണോ എന്ന് മിത്ര ചോദിക്കുമ്പോ നമ്മുടെ ആര്യനൊന്നും മിണ്ടില്ല. മിത്ര വിചാരിക്കില്ല കേട്ടോ ആര്യൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. മിത്ര രണ്ട് കൈ ഇങ്ങനെ നീട്ടി നിൽക്കണം. എന്നാ വാ കെട്ടിപ്പിടിച്ചോ എന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ ആര്യൻ വന്ന് മിത്രനെ കെട്ടിപ്പിടിക്കുകയാണ്. ശേഷം മിത്രയും ആര്യനെ ചേർത്ത് പിടിക്കുന്നു കേട്ടോ. പിന്നെ അവരുടെ റൊമാൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു ഫസ്റ്റ് നൈറ്റ് നടക്കുന്നത് ഈ ഒരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ. അതിനുശേഷം ആര്യൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, വീട്ടിൽ വെച്ചിട്ട് പല പ്രാവശ്യം പല സാഹചര്യങ്ങളും ഞാനും മിത്രയും ഒരുമിച്ചാണ് കിടപ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരിക്കൽ പോലും വീട്ടിൽ വെച്ച് പല പ്രശ്നങ്ങളും സൗകര്യക്കുറവും അങ്ങനത്തെ പല പ്രശ്നങ്ങൾ കാരണം ഒന്നാവാൻ സാഹചര്യമില്ല. ഞങ്ങൾക്ക് രണ്ടു ഒന്നാവാൻ ഈ ഹോട്ടൽ റൂമിൽ വരേണ്ടി വന്നു അല്ലേടോ എന്ന് ആര്യൻ ചോദിക്കുമ്പോ മിത്ര പറയണ്ട്, അത് ശരിയാണ്, അതിനായിരിക്കും ചില ആളുകൾ കല്യാണം കഴിയുമ്പോ ഹണിമൂണിന് പോകുന്നേ അല്ലെ. ആര്യൻ പറയണ്ട്, അതെ ഹണിമൂണിന് പോണ പിന്നെ എന്തിനാണ്, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ മനസ്സ് തുറക്കാനൊന്നും പറ്റില്ലല്ലോ. ഹണിമൂണിനാകുമ്പോ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു സ്ഥലം, വേറൊരു അന്തരീക്ഷം, അവിടുത്തെ കാര്യങ്ങൾ, ഭക്ഷണം എല്ലാം ഒരുമിച്ചാകുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എല്ലാവരും. അതിനല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് പോകുന്നത് എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ദിവസം അവർ അടിച്ചു പൊളിക്കാട്ടോ. അപ്പൊ വീട്ടിൽ നിന്ന് ബാലൻ വിളിക്കണ്ടേ, എന്താ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നൂടെ? അച്ഛാ, ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി കേട്ട് ഞങ്ങൾ നാളെ വരാം എന്ന് പറയാണ്. ബാലന് ചിരി വരുന്നുണ്ട്. ശരി ശരി എന്ന് പറയാണ്. ഗോമതി ചോദിക്കണ്ട, എന്താ അവരുടെ കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ലേ, പേപ്പേഴ്സ് ഒന്നും കിട്ടിയില്ലേ? എല്ലാം കിട്ടി, പക്ഷെ അവിടെ അങ്ങോട്ട് പിടിച്ചുപോയെന്നൊന്നും രണ്ടുപേർക്കും ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാന്നാ പറഞ്ഞത്. നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു അല്ലേ ഗോമതി? അതെ, ബാലറ്റും ഇപ്പോഴും റൊമാൻറ്റിക് തന്നെയാണ് എന്ന് പറയുമ്പോ നമ്മുടെ ബാലനും ഗോമതിനും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മീനാക്ഷിക്കും അതുപോലെ തന്നെ ആകാശിനൊക്കെ ചിരി വരുവാണ്. അപ്പൊ മിത്ര ചോദിക്കണ്ടേ, എന്തിനാ കള്ളം പറഞ്ഞത്, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, ഇന്നിപ്പോ വൈകിട്ട് തന്നെ തിരിച്ചു പോവാലോ, നമുക്ക് ഒരു ദിവസം കൂടി ഇവിടെ തങ്ങാടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ മിത്രനെ വീണ്ടും മിത്രന്മാരും നമ്മുടെ റൊമാൻസും കാര്യങ്ങളൊക്കെ നടക്കുവാട്ടോ. ഇപ്പൊ അതിൽ നമ്മുടെ ദേവി ഗർഭിണിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഗർഭിണിയാകുമ്പോൾ നമ്മുടെ മീനാക്ഷിയാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടെങ്കിൽ മീനാക്ഷി അല്ല കേട്ടോ, നമ്മുടെ മിത്ര തന്നെയാണ്. അതെ, രണ്ട് ഗർഭിണികളും ഒരുമിച്ചാണ് ഇനി നമ്മുടെ പാണ്ഡ്യൻ സ്റ്റോറിൽ വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ തമിഴിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ തമിഴും മലയാളം തമ്മിൽ ഇപ്പൊ ഒരു 7-8 മാസത്തിന്റെ വ്യത്യാസം മാത്രമേ എപ്പിസോഡ്സിലുള്ളൂ. സ്പീഡിലാണ് മലയാളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.